നമുക്കിപ്പോൾ എല്ലാ പൊടിയുടെ ഫ്ലേവർ കിട്ടിയാൽ മതി കേട്ടോ. ഇല്ലേ മോൻഷേ? നമുക്ക് അത്രയൊക്കെ ഉള്ളൂ. മോൻഷെ കിട്ടുന്ന പൊടിയൊക്കെ വാരി ഇടുന്നുണ്ട്. എല്ലാം മണത്ത് നോക്കിയാണ് ഇടുന്നത്. സ്ഥിരം ഉപയോഗിക്കുന്ന ആളാണ് കേട്ടോ. എന്താണ് ഞാൻ വയ്യാതെ കിടന്നപ്പോഴത്തേക്ക് ഉള്ള ചോറ് കറിയും കഴിക്കാതെ നീ രണ്ടും കൂടെ ബിരിയാണി വെച്ച് കഴിക്കുന്നു? അല്ല മീ, അവള് കാണുന്ന പൊടി എല്ലാം വാരി ഇടുക മീനകത്ത്. ഇപ്പം കാണുന്ന പൊടി എല്ലാം വാരിയിട്ട അവള്. അതില്ലയോ, കാണുന്ന പൊടി എല്ലാം വാരി. അമ്മായിമ്മ കിടന്നു കഴിഞ്ഞാൽ ആകെ കൂടെ ഇവിടെ പുതിയ പുതിയ ഐറ്റംസ് ആണല്ലോ ഉണ്ടാക്കുന്നത് മൊത്തം. അല്ല, അത് ഉടായ്പ ബിരിയാണിയാ. അവക്ക് പോലും അറിയത്തില്ല എന്തോ ബിരിയാണിയാ. 4 മുട്ട നമ്മുടെ ബോയിൽ ചെയ്തിട്ടുണ്ട്. അല്ല, 5 മുട്ട. മോൻഷ രാത്രി എന്തോ വലിയ പരിപാടി ചെയ്തോണ്ടിരിക്കുകയോ? എന്തോ മോൻഷ ചെയ്തോണ്ടിരിക്കുന്നത്? പിള്ളേർക്ക് എല്ലാവർക്കും ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് വെളിയിൽ പോവാം നമുക്ക്. അപ്പൊ മോൻഷ പറഞ്ഞു വെളിയിൽ പോകേണ്ട കാര്യമില്ല, ഒരു ഉടായ്പ പണി ചെയ്യാമെന്ന്. അപ്പൊ ഞാൻ ഓർത്ത് ചിക്കൻ ഇല്ല, ഞാൻ ഓർത്ത് മുട്ട ബിരിയാണി ഉണ്ടാക്കാം. മുട്ട ബിരിയാണിയാ? കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പിള്ളേർക്ക് കഴിക്കാൻ പറ്റുമോ? നമുക്ക് കഴിക്കാനൊക്കെ പറ്റുമോ? പറ്റും. എല്ലാം റെഡി ആയിട്ടിരിക്കുക അല്ലയോ? എന്ത് മുട്ട ഒഴുകി വെച്ചിരിക്കുക? കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ? ലോ ഫ്ലെയിമിൽ വെക്കണം. ബട്ടർ ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ. കരിഞ്ഞു പോകും. ഇതെന്തെല്ലാം നേരത്തെ ചെയ്ത് വെച്ചിരുന്നേ? ഇത് നേരത്തെ പറയേണ്ടതാണല്ലേ ഇതുപോലെ സംഭവം ഉണ്ടെന്ന്. നമ്മൾ കിച്ചണിലോട്ട് കയറി വന്നപ്പോഴേ അറിയുന്നേ ഇവിടെ എന്താണ്ടോ വലിയ പരിപാടി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ആഡ് ചെയ്തു. സമയം ഇരട്ടി കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചില്ലേ? ഇതിലോട്ട് ഗ്രാമ്പൂ, പെരിഞ്ജീരകം, പിന്നെ ഇത് തക്കോലം. ഇതൊന്നും അറിയാതെ ഇടുന്നേ? ഈ സൗണ്ട് പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. ഇതൊക്കെ അറിയാതെ ഇടുന്നേ? ഇതൊക്കെ ഇടുവല്ലോ ബിരിയാണിക്കകത്ത്. അത് കണ്ടിട്ട് ചുമ്മാ ഇടുവോ? ഇടുക. ഇതെന്തുവാ ഇടുന്നേ? കുറച്ച് ജീരകം കൂടെ ഇടുക. പിന്നെ ജീരകം ഇടുവാണോ? മറ്റേത് പെരിഞ്ജീരകം. ഇത് ജീരകം. കൈ കിട്ടുന്നൊക്കെ വാരി ഇടുവാ? കൈ കിട്ടുന്ന എല്ലാം വാരി ഇടണം. നീ മുത്താ മോളെ, മുത്ത്. ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ കയറ്റുമോ? യെസ്. വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പേസ്റ്റ്. അപ്പൊ മോക്ക് വെളുത്തുള്ളി ഇഞ്ചി അരയ്ക്കാൻ വയ്യ? അങ്ങനല്ല, എന്തോ കാര്യത്തിന് ഇത് മേടിച്ച് വെച്ചിരുന്നതാ. ആണല്ലയോ? നേരത്തെ മേടിച്ചിരുന്നതാ? അല്ല, അരയ്ക്കാനുള്ള മടി കൊണ്ടല്ല. അല്ല. നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയോ? കട്ടി കുറഞ്ഞ് അരിഞ്ഞതാ. മമ്മി കഴിഞ്ഞ ദിവസം പറഞ്ഞതിനും കാര്യമുണ്ടല്ലയോ? ഇന്ന് നിങ്ങൾ പട്ടിണി. ഇന്ന് പട്ടിണി. ഇത് കണ്ടിട്ട് പ്രേക്ഷക വിലയിരുത്തും. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനങ്ങളാണ്. ഹായ് സുഹൃത്തുക്കളെ, ഈ വീഡിയോ യാദൃശ്യമായിട്ട് എടുത്തതാണ് കേട്ടോ. യാദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാദൃശ്യമായിട്ട് എടുത്തതാണ്. നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല, പെട്ടെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മോൻഷ വൈകിട്ട് പറഞ്ഞു വൈകിട്ട് എന്തോ പരിപാടിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ ടൗണിലൊക്കെ പോവാം, ടൗണിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. വെളിയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. മോൻഷ പറഞ്ഞു വേണ്ട, വെളിയിലൊന്നും പോകണ്ട, പിള്ളേരെ കൊണ്ട് വെളിയിൽ പോകണ്ട, ശരിയല്ല. അപ്പോൾ ഞാനൊരു തട്ടുകൂട്ട് പരിപാടി ചെയ്യാണ്. പെട്ടെന്നൊരു തട്ടുകൂട്ട് പരിപാടി ചെയ്യാം, എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം സമയം 8 മണിയായി കേട്ടോ, രാത്രി 8 മണിയായി. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് മോൻഷയ്ക്ക് ഐഡിയ തോന്നിയത് ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന്. എന്താ ബിരിയാണിയാ മോൻഷേ? മുട്ട ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉടായ്പ മുട്ട ബിരിയാണി ഇല്ലയോ? അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയിരുത്തൽ കമൻറ്റ് മുഖേന അറിയിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്തുവാ സംഭവങ്ങളൊന്നും അറിയുന്നില്ല. മോൻഷ കിട്ടുന്നതൊക്കെ വാരിയിട്ട് ബിരിയാണി ഉണ്ടാക്കി തരുന്നുള്ള പരിപാടിയായിരുന്നു. കൈ കിട്ടുന്നതൊക്കെ വാരി ഇടുന്നുണ്ട്. എന്താണെന്നുള്ളത് കണ്ടറിയാം. നിങ്ങൾ കണ്ടറിയുക കേട്ടോ, ഞങ്ങൾ കൊണ്ടറിയും. ഇന്ന് രാത്രി കൊണ്ട് തീരുമാനമാവും എന്താണ് ബിരിയാണിക്കകത്ത് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത്.
ബിരിയാണി കഴിച്ചാൽ എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഇല്ലേ ബോബി? അത് ശരിയല്ലേ പറഞ്ഞേ? മമ്മി നല്ല ഉണ്ടാക്കി തരുമോ? പിള്ളേർക്കൊക്കെ വേണ്ട. എന്തോ മനുഷ്യ ഇപ്പം ഇട്ടത്? എന്തോ മനുഷ്യ ഇത്? മാഗി ക്യൂബ്. വേറൊന്നും അല്ലേ? നോക്കട്ടെ, കവർ നോക്കട്ടെ. ഇത് അത്ര പൊട്ടിയാണോ? മാഗി ക്യൂബ് തന്നെ കേട്ടോ. പൊട്ടിയാണോ ചട്ടിയാണോക്കെ നമ്മൾ കഴിച്ചിട്ട് ഞാൻ പറയും. എന്നിട്ട് നീ പറയുന്നേ പട്ടിണി ആവണ്ടെങ്കിൽ ഉണ്ടായിരുന്നു. ആഹാ, അത്ര അഹങ്കാരമാണ്. മാഗി ക്യൂബ് എന്താ? ഞാൻ ആ കവർ നോക്കിയത് എന്തോ സംഭവം എടുത്തിട്ടുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. മാഗി ക്യൂബ് തന്നെയാണ്, അത് മേടിച്ചിരിക്കുക. ഐസ് സുഹൃത്തുക്കളെ, അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പേ നമ്മൾ അനീച്ചാർ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ 2 പെട്ടി 2 ബോക്സ് നിറച്ച് മാഗി ക്യൂബ് കൊണ്ടുവന്നു. പക്ഷേ അതെല്ലാം എക്സ്പയർ ആയിട്ട് പോയിട്ട് കഴിഞ്ഞിടയ്ക്ക് അങ്ങനെ എടുത്ത് കളഞ്ഞത്. ഇതിപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. അവിടെ നിന്നുള്ള കട്ടി വലിയ ബോക്സ് മാഗി ക്യൂബായിരുന്നു. അപ്പം നമ്മളിനി അടുത്ത ഐറ്റംസ് ഇടാൻ വേണ്ടി പോകണം കേട്ടോ. നമുക്ക് കാണാം. എന്താ മനുഷ്യൻ ഇനി അടുത്ത് ഇടാൻ പോകുന്നത്? ക്യാരറ്റോ? ആഹാ, ഇട്ടോ. ഒന്ന് മിക്സ്. നമ്മുടെ മാഗി ക്യൂബിനകത്ത് ഉപ്പ് ഇച്ചിരി ഉണ്ടായോണ്ട് നമ്മളതിനനുസരിച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. ആണല്ലേ? ഉറക്കെ പറയാം മനുഷ്യൻ, വായിക്കാണ്ട് കേൾക്കും. അല്ലെങ്കിൽ ഇല്ല. കേൾക്കും. എത്ര തക്കാളി എടുത്ത്? 2 അപ്പൊ അരിയൊക്കെ വെള്ളത്തിലിട്ടായിരുന്നോ? അത് മറ്റേ ഇല്ല, പൊന്നേരിയ. അപ്പൊ വെള്ളത്തിലുണ്ടായിരിക്കില്ല? വെള്ളത്തിൽ എന്നാലും ഇട്ടിട്ടുണ്ട് ഞാൻ. പൊന്നേരി വേണ്ട. ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചേർന്നല്ലോ മനുഷ്യ. എന്തിട്ടെ? ഓ, അതും കിട്ടുമല്ലേ തക്കാളിക്ക്. ആഹാ, കൊള്ളാം. മുട്ടയൊക്കെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കില്ലേ? ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ? മുട്ട ബോയിൽ ചെയ്തു. നിങ്ങൾ വേറെ നീ കിട്ടോ? കുരുമുളക് പൊടി കിട്ടോ? ഇല്ലേ? എന്തോടെ അമ്മ ഉണ്ടാക്കിയെന്ന മുട്ട ബിരിയാണി? എന്താ ബിരിയാണി? മുട്ട ബിരിയാണി. മുളക് പൊടി എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ തന്നെ പൊടിച്ച പാണ്ടിമുളക്, നാടൻ മുളക്, കാശ്മീരി ചില്ലി കൂടെ ചേർന്ന് പൊടിച്ച മുളക് കേട്ടോ. പക്ഷേ നമ്മൾ ഉണക്കിയെടുത്ത മുളക്, കഴുകി ഉണക്കിയെടുത്ത മുളക് കൊണ്ട് പൊടിച്ച കേട്ടോ. അപ്പം അതിൻ്റെതായിട്ടുള്ള ഗുണമാനത്തുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്നുകൂടെ മുളപ്പിന് നടത്തു നോക്കി. ഗരം മസാലയാണോ മല്ലിപ്പൊടിയാണോ നോക്കിയതാ? ഏതാ? ഗരം മസാലയാണോ മല്ലിപ്പൊടി? ഓക്കെ, ദിസ് ഈസ് ഗരം മസാല. ഗരം മസാല ആണോ? ഗരം മസാല ആണോ? ഗരം മസാല. എത്രയൊക്കെ ഇത്രയൊക്കെ മതി. മതിയോ? എല്ലാ പൊടി ആയോ അതിനകത്ത്? മോക്ക് ഉറപ്പുണ്ടോ എല്ലാ പൊടി വീണിട്ടുണ്ടെന്ന്? എല്ലാ പൊടിയും വീണ്ടുണ്ടോ? എല്ലാ പൊടിയും വീണിട്ടുണ്ട്. നമുക്കിപ്പോൾ എല്ലാ പൊടിയുടെ ഫ്ലേവർ കിട്ടിയാൽ മതി കേട്ടോ. ഇല്ലേ മനുഷ്യ? അതെ, നമുക്ക് അത്രയൊക്കെ ഉള്ളൂ. മോൻഷ കിട്ടുന്ന പൊടിയൊക്കെ വാരി ഇടുന്നുണ്ട്. എല്ലാം മണത്ത് നോക്കിയിട്ട് ഇടുന്നത്. സ്ഥിരം ഉപയോഗിക്കുന്ന ആളാണ് കേട്ടോ. അപ്പം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമായിരിക്കും. അടുക്കള കയറുന്ന ആള് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി കാണുക. അങ്ങനല്ല, പിന്നെ ഒരു ദിവസം എല്ലാം സെയിം ഈ കുപ്പിയിലായിട്ട് വെച്ചേക്കുന്നത്. അപ്പം പക്ഷെ അത് നാളെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് എഴുതി വെക്കണം മനുഷ്യ. അത് ഇന്ന പൊടി എന്നുള്ളതേ എഴുതി വെച്ചേക്കണം. എന്താണ് ഞാൻ വയ്യാതെ കിടന്നപ്പോഴത്തേക്ക് ഉള്ള ചോറും കറിയും കഴിക്കാതെ നീ 2 കൂടെ ബിരിയാണി വെച്ച് കഴിക്കുന്നോ? എന്താ ചെയ്യൂടാ? അല്ല മീ, അവള് കാണുന്ന പൊടി എല്ലാം വാരി ഇടുക മീ. അതിനകത്ത് ഇപ്പം കാണുന്ന പൊടി എല്ലാം വാരിയിട്ട അവള്. അതില്ലയോ? കാണുന്ന പൊടി എല്ലാം വാരി. അമ്മായിമ്മ കിടന്നു കഴിഞ്ഞാൽ ആകെ കൂടെ ഇവിടെ പുതിയ പുതിയ ഐറ്റംസ് ആണല്ലോ ഉണ്ടാക്കുന്നത് മൊത്തം. അല്ല, അത് ഉടായ്പ ബിരിയാണിയാ. അവക്ക് പോലും അറിയത്തില്ല എന്തോ ബിരിയാണിയാ. 4 മുട്ട നമ്മൾ ബോയിൽ ചെയ്തിട്ടുണ്ട്. അല്ല, 5 മുട്ട ബോയിൽ ചെയ്തിട്ടുണ്ട്. കേട്ടാമേ, 5 മുട്ട ബോയിൽ ചെയ്തിട്ടുണ്ട് അവള്. അവള് എല്ലാ പൊടിയും മണത്ത് നോക്കിയിട്ടാ ഇടുന്നത്. അതല്ലേ രസം അമ്മേ? എല്ലാ പൊടിയും മണത്ത് നോക്കിയിട്ട് അവൾ ഇടുന്നത്. എല്ലാ പൊടിയും മണം ഉണ്ടോന്ന് അറിയണം. നമുക്ക് മണത്തറിഞ്ഞ് കഴിക്കാം. അതാ മമ്മി ഒന്ന് അല്പനേരം മാറി ഇന്നതേ ഉള്ളൂ. അതെ. എന്താ മനുഷ്യ ചെയ്യുന്നത്? മുട്ട ഇളക്കുക, തോടിളക്കുക വന്നോ? മനുഷ്യക്ക് മുട്ട തോടക്കളൊക്കെ അറിയാം ഇല്ലേ മനുഷ്യ? മനുഷ്യ മൊത്തം നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഫുഡ് അത്ര അങ്ങോട്ട് പരിചയമായി വരുന്നതേ ഉള്ളൂ. എനിക്കെല്ലാം ഉണ്ടാക്കാറിയാം. എല്ലാം ഉണ്ടാക്കാറിയാം. എനിക്കെല്ലാം ഉണ്ടാക്കാറിയാം. നാളെ തൊട്ട് മോൾ അടുക്കള കയറി കേട്ടോ. അത് മമ്മി ചെയ്യും. അത് മമ്മി ചെയ്യൂ. മമ്മി കേട്ടില്ല, മമ്മി പോയി.
ഞാൻ അതിന് നിന്റെ നല്ല സമയം. അരിയിടുവാണോ? ഇന്ത്യക്കന്നെ അരിയാണോ അതോ പൊന്നിയരിയോ? ഇത് പൊന്നിയരിയ. പൊന്നിയരിയ പെട്ടെന്ന് പോവോ? ചില അരി കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച അരി പെട്ടെന്ന് വെന്തായിരുന്നില്ലേ? അതേതാ അരി മേടിച്ചേ? ഒരു വട്ടം മേടിച്ചത് ഭയങ്കര താമസമായിരുന്നു. അതേതാ അരി മേടിച്ചേ? അതും ഇതുപോലെ തന്നെ സെയിം. കാരണം നമ്മൾ നേരത്തെ മാഗി ക്യൂബ് ഇട്ടില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ ഒരു ശകല ഉപ്പിന്റെ കുറവുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഓ ശരി, ആയിക്കോട്ടെ. മോനിഷയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഇത് ആർക്കും ഉണ്ടാക്കാം. അങ്ങനൊന്നും ഇല്ല. മുത്തനുണ്ടാക്കാൻ പറ്റുമെന്ന് പറയേ? അങ്ങനൊന്നും പറ്റത്തില്ല. അയ്യോ, എക്സ്പേർട്ടുകൾക്കേ പറ്റത്തുള്ളൂ. അത് കൊള്ളാം. ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ മനുഷ്യ. ഉണ്ടാക്കത്തില്ല. ഇത് മോക്ക് പറ്റുന്ന മാത്രം കാര്യമാണോ? അതെ. വേറെ നടക്കത്തില്ലേ ഇത്? നമ്മളിതിലോട്ട് മുട്ടയും കൂടി ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ ഒരു കിടുക്കിട് സൗണ്ട് കേൾക്കുന്നത്? ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കണം അല്ലേ? വേറെ ചൂടുവെള്ളം ഒഴിക്കണോ അതോ പച്ചവെള്ളം ഒഴിക്കണോ? പച്ചവെള്ളം മതി. വലിയ ആർഭാടം അല്ല. എന്താ പറയുന്നത്? ഇത് വളർന്നൊഴിച്ച വെള്ളമാണോ? ഒന്നൊഴിച്ചേ മതിയില്ലേ? വളർന്നൊഴിച്ച വെള്ളമല്ലേ ഇത്? ഇളക്കി കൊടുക്കണം അല്ലേ? സക്സസ് ആയാൽ മതിയായിരുന്നു അല്ലേ മനുഷ്യ? ഇത് മല്ലിയിലും പുതിനയിലും ഉണ്ടല്ലോ. മല്ലിയില മാത്രമേ ഉള്ളോ? നല്ലതായിട്ട് മല്ലിയിലയും കൂടെ വാരിയിടുക. ആണല്ലേ? അതിന്റെ ഫ്ലേവറെങ്കിലും കിട്ടട്ടൊന്നില്ലേ? അതന്നെ. നീ മിടിക്കുകയാടി. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മല്ലിയിലയാണ്. മല്ലിയില കൂടി ഇടുവാണ്. ഇങ്ങനെയും വേണമെങ്കിൽ ഇടാം, പിച്ചി ഇടാം, നമ്മുടെ ഇഷ്ടം. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തില അല്ല, നമ്മുടെ ഇഷ്ടത്തില ഇതെല്ലാം ചെയ്യുന്നേ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. അതെ, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിലാണ് ചെയ്യുന്നത് നമ്മള്. കമ്പും കടിയെല്ലാം മാറ്റണം. ഇനി നാരങ്ങ എന്തിനാ പിഴിയുന്നേ? ഒരു വെറൈറ്റിക്ക് വേണ്ടി. ഇനി നമുക്ക് ഉപ്പുണ്ടോന്ന് നോക്കാം. സൂപ്പർ. സിജോസം കഴിച്ചിട്ട് പറയും നല്ല സൂപ്പർ ബിരിയാണി എന്ന് പറയും. എന്നെ പറയിപ്പിക്കണം. നീ പറയിപ്പിച്ചിരിക്കും. ഞാൻ പറയിപ്പിക്കണോ? അതെ. നമ്മള് ഏത് ബ്ലോഗ് ഇട്ടാലും നമ്മൾ അതേപോലെ പറയുന്ന ആൾക്കാരാ കേട്ടോ. അപ്പൊ ഇത് നല്ലതായാൽ നിനക്ക് കൊള്ളാം. അതെ, ഇത് കുഴഞ്ഞു പോയില്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം അല്ല, എന്റെ ഭാഗ്യം. അതെ തന്നെ. ഇതിന്റെ പ്രത്യേകത ഇത് കുക്കറിലാ വെക്കുന്നതാണ് വലിയ പ്രത്യേകത. കാരണം ഞാൻ ഇതുവരെ വെച്ചിട്ടുള്ള ഇങ്ങനെ ദമ്മിട്ട് വെക്കണോന്ന് വിചാരിക്കുന്ന എല്ലാം ഒന്നെങ്കിൽ അളിഞ്ഞു അല്ലെങ്കിൽ വേവത്തില്ല. കുക്കറിൽ വെക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതാണ്ട് 3 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. 3 വിസില്. നല്ല മണം വരുന്നുണ്ട് മനുഷ്യൻ, നല്ല മണം വരുന്നുണ്ടായിരുന്നു. തോൽവിയാണല്ലോ മനുഷ്യ, തോൽവി തോൽവി തോൽവി. ഒന്നും ആയില്ല കേട്ടോ, ഒന്നും ആയില്ല, ഒന്നും ആയില്ല കേട്ടോ. തോൽവി. നീ തോൽവി സമ്മതിച്ചാ മനുഷ്യ? തോൽവി ഇതിനകത്തൊന്നും തോൽവി വെന്തില്ല, അത്രേ ഉള്ളൂ. വെള്ളം കൂടെ പറ്റാനുണ്ട്. വെള്ളം ഇനിയും പറ്റാറുണ്ട്. എന്ത് തോൽവിയാടി നീ? അതിനെന്ത് തോൽവി? തുറന്നു നോക്കി ബന്ധമില്ലെന്ന്. കാരണം കഴിഞ്ഞ വട്ടം വെച്ചപ്പം അളിഞ്ഞു പോയി. അടക്കി വന്നോ? അതെ. അല്ല തോൽവി കേട്ടോ. രണ്ടാമത് പിന്നെ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരു വിസിൽ അടിക്കാൻ വേണ്ടി പോവാണ്. അതിലെന്തോ തോൽവി? തോൽവി എല്ലാം മോളെ സക്സസ്. മോളെ ഞാൻ നെഗറ്റീവ് ആകുന്നില്ല.
നമ്മൾ കുഴഞ്ഞു പോയാൽ ഇല്ലെന്ന് അറിയാൻ പറ്റുമല്ലോ. അതെ അതെ അതെ. അത് ഇതാവുന്നതിന് മുന്നേ തുറന്നു നോക്കി. അത് നമ്മള് എന്താ അതിലിരുന്ന് അതിന്റെ ഇത് എയർ പോയിട്ട് ന്യായം പറയാൻ നിന്നെ കവിഞ്ഞേ ഉള്ളൂ മനുഷ്യ, ന്യായം പറയാനേ. ആ എയർ പോയിട്ട് നമ്മൾ എടുത്തില്ല. അതിന് മുന്നേ ഇത് എന്താ വേണമെന്നൊക്കെ പറഞ്ഞ് തുറന്നു നോക്കിയില്ലയോ? അതാ കുഴപ്പം പറ്റിപ്പോയത്. അത് മൊത്തം പോയിട്ട് വേണമായിരുന്നു എടുക്കാൻ. എന്നാലും സ്റ്റോറി സമ്മതിക്കല്ലേ? ഇല്ല ഇല്ല, മമ്മി കണ്ടില്ല. മമ്മി കണ്ടത് ഇപ്പം പുകഞ്ഞാനായിരുന്നു ഇവിടെ. മമ്മി കണ്ടില്ല. മമ്മി ഒന്നും പറയത്തില്ല. മമ്മി പറഞ്ഞാൽ ഒന്നും കൂടെ അടച്ചു വെക്കാൻ പറഞ്ഞത്. ആന്നില്ല. പക്ഷേ തുറന്നു നോക്കിയാലോ നമുക്കിനി? മോനുഷിക്കര് മിണ്ടാട്ടമില്ല കേട്ടോ. ഞാൻ തുറക്കാൻ പറ്റുന്നില്ലയോ? ജാമായോ? ഓ മാറ്റേ. വാവ്, കുഴപ്പമില്ലെന്ന് തോന്നല്ലോ മനുഷ്യ. ഞാൻ വെക്കുന്നതല്ല, നല്ല സൂപ്പർ ഇളക്കിക്കേ. നല്ല സൂപ്പർ സുന്ദരമാണ്. മണി 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 മോലിരിക്കുന്നേ. എന്റെ കയ്യിലിട്ട് സ്ഥലങ്ങളിട്ടെ. ഓ അണ്ണാക്കുള്ളി പോയി. കുഴപ്പമില്ല മനുഷ്യൻ. അപ്പോൾ ഇനി നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് വിശാലമായിട്ടൊന്ന് കഴിക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാം. പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ ഉണ്ട്. ഉടായ്പ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉടായ്പാണോ നല്ലതോ നമുക്ക് കഴിച്ചിട്ട് പറയാം കേട്ടോ. എന്താ മനുഷ്യ? എന്തോ അപ്പു ബോബി ചുമ്മാ ഇരിക്കുക. ഉടായ്പ മുട്ട ബിരിയാണി നമുക്ക് കണ്ടറിയേ. നാരങ്ങ അച്ചാറുണ്ട് കേട്ടോ. കിടുക്കാഴ്ച സംഭവം ഉണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ നാളെ തൊട്ട് നമുക്ക് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടല്ല കേട്ടോ, സൂപ്പർ സംഭവം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, രക്ഷയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ. പെട്ടെന്ന് എടുത്തൊരു ബ്ലോഗാണേ. ഒരു കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് എടുത്ത ഒരു ബ്ലോഗാണ്. അപ്പം എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ഫിനിഷ് ആക്കട്ടെ. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Afternoon, we lay awake in bed. The laughs so loud as the hours pass. We're gonna do it all again. അടിപൊളി ഒരു നിക്കാഹ് കണ്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടിപൊളി ഒരു മട്ടൻ ബിരിയാണിയും കഴിച്ച് അവിടെ നമ്മൾ ഇറങ്ങി കേട്ടോ. ഞാനുണ്ട്, അപ്പുണ്ട്, ഞാനുമുണ്ട്, ബോബിയുമുണ്ട്, മോനിഷയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയിട്ടാണ് പോയത്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ എങ്ങോട്ടും കറങ്ങാനൊന്നും പോകുന്നില്ല, വയ്യ, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോയിട്ട് ബാക്കിയുള്ള പരിപാടികൾ. ഓക്കെ, നമ്മളിവിടെ പുതിയൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വരുന്നുണ്ട് കേട്ടോ. പുതിയൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. വാവ്.